ഇൻഫോ സ്റ്റോറി ബുക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിബറ്റൻ ബുദ്ധജനതയുടെ ആത്മീയ ആചാര്യനും അവസാന വാക്കുമായ ദലൈലാമയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടിബറ്റൻ ബുദ്ധ സന്യാസിമാരുടെ നേതാവും ടിബറ്റൻ ജനതയുടെ ആത്മീയ ആചാര്യനുമാണ് ദലൈലാമ എന്നറിയപ്പെടുന്നത്. 1300കളിൽ തുടങ്ങിയ ദലൈലാമ ശ്രേണിയിലെ 14ാം ദലൈലാമയാണ് ഇപ്പോഴുള്ള ടെൻസിംഗ് ഗ്യാറ്റ്സോ. 1391 മുതൽ 1474 വരെ ജീവിച്ചിരുന്ന ജെൻഡം ദ്രുംബ ആണ് ആദ്യത്തെ ദലൈലാമയായി അറിയപ്പെടുന്നത്. ടിബറ്റൻ ബുദ്ധമത വിശ്വാസപ്രകാരം നിലവിലുള്ള ദലൈലാമയുടെ പുനർജന്മമായിരിക്കും പുതിയ ലാമ. ഇങ്ങനെ പുനർജന്മ സങ്കല്പവും ലക്ഷണ നിരീക്ഷണവും നിഗമനങ്ങളും എല്ലാം ചേർന്ന് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് പുതിയ ദലൈലാമയെ കണ്ടെത്തുന്നത്. 1933 ഡിസംബർ 13-ന് 13ാം ദലൈലാമയായ തുംടൻ ഗ്യാക്കോ മരിച്ചതോടുകൂടിയാണ് പുതിയ ദലൈലാമയെ കണ്ടെത്തുന്ന ചടങ്ങുകൾ അവസാനമായി നടക്കുന്നത്. ദലൈലാമ തന്നെ നിയമിക്കുന്ന പഞ്ചൻലാമയ്ക്കാണ് ഇതിന്റെ ചുമതല. ടിബറ്റൻ ബുദ്ധമത സന്യാസിമാർക്കിടയിൽ ദലൈലാമ കഴിഞ്ഞാൽ 2ാം സ്ഥാനമാണ് പഞ്ചൻലാമയ്ക്ക്. 13ാം ദലൈലാമയുടെ മരണത്തോടെ പുതിയ ദലൈലാമയ്ക്കുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചെങ്കിലും വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നത് 1937-ലാണ്. അങ്ങനെ ബുദ്ധമത സന്യാസിമാരുടെ ഒരു സംഘം വടക്ക് കിഴക്കൻ ടിബറ്റിലെ അമോദ എന്ന ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. അമോദ ഗ്രാമത്തിൽ ഒരു കർഷക കുടുംബത്തിൽ 1935 ജൂലൈ 6-നാണ് ടെൻസിംഗ് ഗ്യാറ്റ്സോ ജനിക്കുന്നത്. ടെൻസിംഗ് ഗ്യാറ്റ്സോ എന്നാണ് യഥാർത്ഥ പേരെങ്കിലും കുട്ടിക്കാലത്ത് ലാമോ തോങ്ടുക് എന്നായിരുന്നു രക്ഷിതാക്കൾ നൽകിയ പേര്. ടിബറ്റൻ ഭാഷയിൽ ആഗ്രഹം നിറവേറ്റുന്ന ദൈവം എന്നാണ് ഈ പദത്തിനർത്ഥം. അന്നേ അവനിൽ ഒരു ദൈവികത ഉണ്ടായിരുന്നിരിക്കണം. ലാമയെ അന്വേഷിച്ചെത്തിയ ബുദ്ധസംഘം ചില നിരീക്ഷണങ്ങൾക്ക് ശേഷം ഗ്യാറ്റ്സോ തന്നെയാണ് പഴയ ലാമയുടെ പുനർജന്മം എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു. 1992-ൽ സംഗീത് ശിവൻ സംവിധാനം ചെയ്ത യോദ്ധ എന്ന ചിത്രത്തിൽ നേപ്പാളിലെ ബുദ്ധസന്യാസിമാരുടെ ഗോത്രം പുതിയ ലാമയായ റിംപോച്ചയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചടങ്ങുകൾ നടത്തുകയും അതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളും നമുക്ക് കാണാം. ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് ടിബറ്റിലെ കാര്യങ്ങളും. എന്നാൽ 1940കളുടെ അവസാനം ചൈനീസ് കമ്മ്യൂണിസ്റ്റുകളുടെ കണ്ണ് ടിബറ്റിന് മേൽ പതിഞ്ഞതോടെ ബുദ്ധ സന്യാസിമാരുടെയും ടിബറ്റൻ ജനതയുടെയും കഷ്ടകാലം തുടങ്ങി. ചൈനയുമായി സന്ധി സംഭാഷണങ്ങൾ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ആത്മീയ ആചാര്യനായിരുന്ന ദലൈലാമ രാഷ്ട്രീയ നേതാവായും മാറേണ്ടി വന്നു. എന്നാൽ ചൈനയുമായി കരാറിൽ ഏർപ്പെടുകയല്ലാതെ മറ്റ് വഴിയില്ലാതായി. ടിബറ്റിന് മേൽ ചൈന പിടിമുറുക്കിയതോടെ ദലൈലാമ ഏത് നിമിഷവും അറസ്റ്റിലാകുമെന്ന അവസ്ഥ വന്നു. അങ്ങനെയാണ് ലാസയിലെ പൊട്ടാല പാലസിൽ നിന്നും അനുയായികൾക്കൊപ്പം ഒരു സാധാരണ പട്ടാളക്കാരന്റെ വേഷത്തിൽ ലാമ സിക്കിം വഴി ഇന്ത്യയിലേക്ക് എത്തുന്നത്. 1959 മാർച്ച് 31-ന് ഇന്ത്യൻ അതിർത്തിയിലെത്തിയ ലാമയും സംഘത്തെയും സ്വീകരിക്കുന്നതിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിന് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ലാമയും അനുയായികളും ആശ്രയം നൽകാൻ തന്നെ നെഹ്റു തീരുമാനിച്ചു. മസൂറിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. അങ്ങനെയാണ് ടിബറ്റിലെ കാലാവസ്ഥയോട് യോജിച്ച ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലും കർണാടകയിലെ കുടകിലും സ്ഥലം അനുവദിക്കുന്നതിന് തീരുമാനിക്കുന്നത്. 1959 ഏപ്രിൽ മസൂറിയിൽ ആരംഭിച്ച സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ എന്ന പ്രവാസി സർക്കാർ അങ്ങനെ ധരംശാലയിലെ മക്ലിയോൺ ഗഞ്ചിലേക്ക് മാറ്റി. അവിടെ നിന്നായിരുന്നു ലാമയുടെ ടിബറ്റൻ ഭരണവും. എന്നാൽ ഇത് ചൈനീസ് ശത്രുത വിളിച്ചു വരുത്തുകയും 1962-ൽ ഇന്ത്യ ചൈന യുദ്ധത്തിന് കാരണമായതെന്നും ചരിത്രം. പിന്നീട് 1989-ൽ ദലൈലാമയ്ക്ക് നോബൽ സമ്മാനവും ലഭിച്ചിരുന്നു. 2025 ജൂലൈ 6-ന് 90ാം ജന്മദിനം ആഘോഷിക്കുന്ന 14ാം ദലൈലാമ പുതിയ അനുയായിയെ കണ്ടെത്തും എന്ന് പ്രഖ്യാപിച്ചതാണ് ചൈനയുമായി വീണ്ടും കലഹങ്ങൾ ഉണ്ടാകാൻ കാരണം. പുതിയ ലാമയെ കണ്ടെത്താൻ അധികാരമുണ്ടായിരുന്ന പഞ്ചൻലാമയായി ഗെൻതും നിമ എന്ന വ്യക്തിയെ 1995 മെയ് 14-ന് ദലൈലാമ നിയമിച്ചിരുന്നു. എന്നാൽ മെയ് 17-ന് അദ്ദേഹത്തെയും കുടുംബത്തെയും ചൈനീസ് പട്ടാളം തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തെ പറ്റി പിന്നീട് ആരും ഒന്നും കേട്ടിട്ടില്ല. ഖ്യാങ്മാൻ നോർബു എന്ന ഒരു വ്യക്തിയെ പുതിയ പഞ്ചൻലാമയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ടിബറ്റൻ ജനത അംഗീകരിച്ചിട്ടില്ല. 90ാം ജന്മദിനത്തിൽ 40 വർഷം കൂടി താൻ ജീവിച്ചിരിക്കുമെന്ന് ലാമ പ്രത്യാശ പ്രകടിപ്പിച്ചതോടെ പുതിയ തെരഞ്ഞെടുപ്പ് അടുത്തെങ്ങും ഉണ്ടാകില്ല എന്നൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. ഈ പ്രഖ്യാപനത്തോടെ വിവാദങ്ങൾ കെട്ടടങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. എങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.